വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു കർണാടകയിലെ ചിക്കമംഗളൂരിൽ കാണാതായ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായി 4-ാം ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയത്. 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത് എന്നാണ് വിവരം. കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു പാലക്കാട് നിന്നും 40 അംഗ സംഘം ശ്രീനന്ദ അടക്കമുള്ള 40 അംഗ സംഘം കർണാടകയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയത്. തുടർന്ന് കഴിഞ്ഞ 7-ാം തീയതി വൈകിട്ട് 5:20 കൂടിയാണ് ചിക്കമംഗളൂരിലെ വ്യൂ പോയിന്റിൽ വെച്ച് ശ്രീനന്ദ കഴിഞ്ഞ ദിവസം ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല? അതന്നെ ഇത് സപ്പോസ് സംശയം ഇത് ഏതാവണം എന്ന മനപ്പുറം കൊണ്ടുവന്നിട്ടായി ഇന്നലെ രാത്രിയിൽ പിന്നെ അതിനുശേഷം ഒരു ഇത് അവിടെ ഇല്ല, അവിടെ പോയില്ല. കാരണം ഞങ്ങൾ ആദ്യം വന്നത് ഇപ്പുറത്തെ സൈഡായിരുന്നു. പാർക്കിങ്ങിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നേരെ സ്റ്റെപ്പ് നേരെ മാണിക്കാരെ അവിടെ പോയി തിരിച്ചു വന്നു. അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ വന്നിട്ട് ആദ്യം ഈ ചെരുവിൽ വന്നു. അങ്ങനെ പോയി ചിലർ ആദ്യം തന്നെ മാണിക്കാരെ പോയി. അപ്പോൾ ഇവർക്ക് ആദ്യം മാണിക്കാരെ പോയി. ഇനി അതിന് മുമ്പ് ഇവിടെ പോയെന്നപ്പോൾ കൂട്ടുകാരെ ചോദിച്ചാൽ അറിയാം ഈ ചെരുവിൽ ആദ്യം പോയിരുന്നു എന്നുള്ളതായിരുന്നു. ഇല്ല ഇല്ല മനസ്സിലായി. പിന്നെ ഇപ്പോൾ ഞങ്ങളൊന്ന് മാണിക്കാര ഇത് കാണാൻ പോയിട്ട് അവിടെ നിന്ന് കുട്ടിയോട് പിന്നെ അതിൽ തിരിച്ചു പോകുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കുട്ടി തനിച്ച് മുന്നോട്ട് കയറി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മറ്റുള്ളവർ അതിന് പറയാം 2-3 മിനിറ്റ് വ്യത്യാസത്തിൽ അവർ കയറി പോകും. പക്ഷേ കുട്ടി എന്താണ് ഇടത്തോട്ട് കയറിയെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. കാരണം പോലീസ് ഡോസ് കോഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോഗ് അങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞാണ് കയറിയിട്ട് അവിടെ ഷോപ്പിൻ്റെ അടുത്ത് നിൽക്കായത്. പക്ഷേ ആ ഷോപ്പുകാർ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അത് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. പക്ഷേ അതുവരെ പരാതി ഉന്നയിച്ചതാണ്, ഇതുവരെ ചെയ്തിട്ടില്ല കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി സ്ട്രേറ്റ് കയറി. ഞാൻ പിന്നെ 5:26 ഞാൻ സ്പോട്ടിലെത്തി. അപ്പോൾ ഇവിടെ അവിടെ ഇല്ല, എല്ലാവരും കയറി പോയിരുന്നു. ഞാൻ കുറച്ച് പറയില്ലായിരുന്നു. അതിന് ഒരു 2 മിനിറ്റ് പറയില്ലായിരുന്നു. എന്താ അവിടെ നിന്ന് കിട്ടിയത്? അവിടെ നിന്ന് കിട്ടിയത് ബോഡി കിട്ടിയത്. പക്ഷേ കുട്ടിയെ നമ്മളെ മിസ്സായ സ്ഥലത്തല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് കഴിഞ്ഞാൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ ടീമിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. ആ സമയത്ത് ഞങ്ങൾ 2 പേരും ഈ കുട്ടിയെ 3 പേരും ഒഴികെ ബാക്കി എല്ലാവരും ആ സമയത്ത് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ആ ഏരിയയിലുണ്ട്. അപ്പോൾ അവരെ ക്രോസ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ ബോഡി അതിൻ്റെ അപ്പോസിറ്റ് സൈഡിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. നേരത്തെ കുട്ടിയെ തട്ടിക്കൊണ്ട് അപായപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു. ആ സംശയമുണ്ട്. അത് സംശയത്തിന് കാരണം ഇതാണ്. കാരണം കുട്ടി കാണാതായ ആ ഒരു ഏരിയ ഉണ്ട്, ലാസ്റ്റ് കാണാതായ ഭാഗം. അവിടെ ഞാൻ 5:20 ഇവരൊരു ഫോട്ടോ എടുത്ത് 5:21 ഈ കുട്ടിയുടെ ഇളയപ്പനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, പാപ്പൻ. അപ്പോൾ അവിടെ ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ 3-4 ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ 5:20. എനിക്ക് പറയാനുള്ളത്, ഞാനും ഇതേ കണക്കുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലോണാവാല എന്ന് പറയുന്ന സ്ഥലം. ഇതേ കണക്കുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്കിവിടെ ടൂറിസ്റ്റ് സമയമാവുന്നത് വെക്കേഷൻ സമയമാണ്. വെക്കേഷൻ സമയം മഴ സമയത്തുമാണ്. വെക്കേഷൻ സമയമാകുമ്പോഴും മഴ സമയമാകുമ്പോഴും ഇതേ കണക്കുള്ള ന്യൂസ്, അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസെങ്കിലും എല്ലാ വർഷവും ഞങ്ങൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ ഇവിടെ താമസിക്കുന്ന ഞങ്ങളുടെ ഈ ലോണാവലയിലുള്ള ലോക്കൽസ് ഒരു മനുഷ്യരും ഇത് കണക്ക് അങ്ങ് ഔട്ട് സൈഡിലോട്ടൊന്നും പോകത്തില്ല. കാരണം ഒരുപാട് കേസുകൾ ഇവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ, നല്ല പെൺകുട്ടികളും കോളേജിൽ നിന്നും അതേ കണക്ക് സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ വരത്തില്ലേ, അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്കൽസിൽ തന്നെ കുറച്ച് ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ഡ്രൈവർമാർ, അവരൊക്കെ ഇങ്ങനെ പെൺകുട്ടികളെയൊക്കെ നോക്കി വെച്ചിട്ട് അവർക്കൊരു അവസരം കിട്ടുകയെന്നുണ്ടെങ്കിൽ പെൺപിള്ളേരെ പൊക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കുട്ടികളിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുക്കാനായിട്ട് 2 പെൺകുട്ടികളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മാറിഞ്ഞൊക്കെ പോകുന്നത്. അങ്ങനെയൊക്കെ പോകുമ്പോഴാണ്, ഒറ്റപ്പെട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ നമുക്കറിയാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിവിടെ വരുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന ആളുകളോടെല്ലാം ഞങ്ങൾ അലേർട്ടായിട്ട് പറയാറുണ്ട്. ഒറ്റപ്പെട്ടിട്ട് ഇങ്ങോട്ട് പോയത് ഭയങ്കര മല കണക്കും കാട് കണക്കും ഉള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം അറിയുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കും, ഒറ്റയ്ക്ക് ഇങ്ങോട്ടും പോകരുത്, ഒറ്റപ്പെട്ട് പോകരുത്, കൂട്ടത്തോടെ തന്നെ പോകാവുന്ന. കോളേജിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ കുറച്ച് കാട്ടിൻ്റെയൊക്കെ ഇടയ്ക്കോട്ടൊക്കെ കയറിപ്പോവും. അങ്ങനെയൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. വെക്കേഷൻ വരാൻ പോവുകയാണ്. ഇത് വളരെ ദാരുണമായിട്ടുള്ള സംഭവം. എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. ആക്സിഡൻ്റ് ആണോ, കാല് വഴുതി വീണതാണോ, അതോ ഇനി ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ, ഒന്നും നമുക്കറിയത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കഴിയത്തുള്ളൂ. എന്തുവായാലും നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലേർട്ടായിരിക്കണം. പ്രത്യേകിച്ചും പെൺകുട്ടികൾ. ആ സ്ഥലത്തുള്ള
ലോക്കൽസിലുള്ള ആൾക്കാരുണ്ടല്ലോ, കുറച്ച് ആൾക്കാർ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് സിനിമകളുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ. അങ്ങനെ ലോക്കൽസ് ആയിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കാണാറുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവർ നേരത്തെ ഇങ്ങനെ കണ്ടിട്ട് അവർ പ്ലാൻ ചെയ്യും. ഈ കുട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒറ്റയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഇതങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷേ ശ്രദ്ധിക്കണം. നമ്മൾ ടൂർ പോകുമ്പോഴായാലും എവിടെ പോയാലും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല, അത് സത്യം എന്താണെന്ന് അറിയില്ല. കാലുവഴുതി വീണതാവാം, അതല്ല അതിൻ്റെ ഇടയിൽ ആ കുട്ടി പറയുന്നുണ്ട് ഇത് പുഴ കാണുന്നു എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കണ്ടിട്ട് പോയപ്പോഴെങ്ങാനും കാലുവഴുതി വീണതാണോ, എന്തുമായാലും അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേന് ന്യൂസ് മറക്കും, പക്ഷേ അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ ജീവിത അവസാനം വരെ അത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലീസ്, വെക്കേഷൻ വരാൻ പോവുകയാണ്, കുട്ടികൾ ടൂർ പോകുന്നതായാലും ഫാമിലിയായിട്ട് ടൂർ പോയാലും എവിടെ പോയാലും അറിയാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് പോവരുത്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയേ നിൽക്കാവൂ. ഫോട്ടോ എടുക്കാനായാലും എന്തിനായാലും ഗ്രൂപ്പായിട്ട് മാത്രമേ നിൽക്കാവൂ, നമ്മൾ അറിയാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ, എല്ലാവരും ഒരു മുൻകരുതലെടുക്കൂ. ഇന്നത്തെ കാലത്ത് അഡ്വഞ്ചർ ട്രിപ്പ് പോകാനായിട്ടും അഡ്വഞ്ചറായിട്ട് ട്രക്കിംഗ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇവിടെ മിക്കവാറും ട്രക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അപകടം ഉണ്ടാവാറുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, കഴിഞ്ഞ വർഷമൊക്കെ മഴ സമയത്ത് ഒരു ഫാമിലി ഇങ്ങനെ നിന്നപ്പം ഇങ്ങനെ മലവെള്ളം ഒലിച്ചു വന്നിട്ട് അതിനകത്ത് പെട്ടുപോയതായിട്ടൊക്കെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ആ ഏരിയയെക്കുറിച്ച് അറിയത്തില്ല. അപ്പം നമ്മൾ നമുക്ക് ആ ഏരിയ അറിയാമെന്നുകൊണ്ട് നമ്മൾ അങ്ങ് ചെല്ലുന്നിട്ട് ചിലപ്പോൾ മഴ സീസൺ ആണെന്നുണ്ടെങ്കിൽ മലവെള്ളം ഒലിച്ചു വരാം. അല്ലാതെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലങ്ങളായാലും ഇങ്ങനെ ഒരുപാട് കുന്നും മലയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അപകടങ്ങൾ ഒരുപാട് വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ചെല്ലുന്നില്ലേ, അതുകൊണ്ട് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അതിൽ പെട്ടുപോകും. ഇനി കുട്ടിയും കാല് വഴുതി വീണതാണോ എന്തുമായാലും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു ആ ന്യൂസ് കണ്ടിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കൂടെ എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നി, പ്ലീസ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കൂ. ടൂറൊക്കെ പോകുന്നത് നല്ലതാണ്, പക്ഷേ അവൻ്റെ ജീവനാണ് വലുത്. അവനവൻ്റെ ജീവൻ കളഞ്ഞിട്ടുള്ള ഒരു ടൂർ, ഒരു പരിപാടിയും നമുക്ക് വേണ്ട. അതുകൊണ്ട് ടൂർ പോയാലും എവിടെ ട്രക്കിങ്ങിന് പോയാലും അഡ്വഞ്ചർ ട്രിപ്പിന് പോയാലും പ്ലീസ് കൂട്ടമായിട്ട് പോകൂ, ശ്രദ്ധിക്കൂ. മലയുടെ മേളിലൊക്കെ കയറുന്നു എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ. ഇത്രേ പറയാനുള്ളൂ. നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാം സത്യം എന്താണെന്നുള്ളത്. ഇതിന് എന്താ സംഭവിച്ചത്, ആ കുട്ടിക്ക് എന്താ സംഭവിച്ചിട്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. എന്തുമായാലും അതിദാരുണമായിട്ട് ഭയങ്കര കഷ്ടമായിട്ട് ഭയങ്കര കഷ്ടം.